السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ബിശ്റുൽ ഹാഫി എന്ന ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വലിയ ഒരു മഹാനുണ്ട്. വലിയ ഇമാമും പണ്ഡിതനും മുഹദ്ദിസും സൂഫിവര്യനും ഷൈഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്ത ബിശ്റുൽ ഹാഫി എന്ന പേരിൽ പ്രസിദ്ധിയാർജിച്ച മഹാനാണ്. മഹാനവറുകൾ 75 വർഷക്കാലമാണ് ജീവിച്ചത്. ഒരു റബീഉൽ അവ്വലിൽ വെള്ളിയാഴ്ച ദിവസം ഹിജറ 227 ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് നടന്നത്. 227 എന്ന് പറയുമ്പോൾ താബിഈങ്ങളുടെ അല്ലെങ്കിൽ തബഉ താബിഈങ്ങളുടെ ആ കാലത്താണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ജീവിച്ചു പോയത്. ആ മഹാന്റെ ചരിത്രത്തിൽ നിന്ന് പുതിയ കാലത്തുള്ള നമുക്ക് ധാരാളം പഠിക്കാനും പകർത്താനുമുണ്ട്. അല്ലാഹുവിന് ദിക്റ് ചൊല്ലി ഹൃദയം ശുദ്ധിയാക്കേണ്ടുന്ന, അല്ലാഹു പറയുന്നതനുസരിച്ച് അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾ മാനിച്ച് ജീവിതം ധന്യമാക്കേണ്ടുന്ന മുഅ്മിനീങ്ങളാകുന്ന നമുക്ക് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജീവിതത്തിൽ നമുക്കൊരുപാട് മാതൃകകൾ നൽകുന്നുണ്ട്. മഹാനവറുകൾ തന്നെ പറയുന്നു, ഞാൻ അല്ലാഹുവിലേക്കുള്ള വിസ്വാല് നേടാൻ കാരണമായത് ബൈനമാ അന അംശി, ഞാനൊരു വഴിയിൽ നടന്നു പോകുമ്പോൾ റഅയ്തു ഖിർതാസൻ, ഒരു കടലാസിന്റെ കഷ്ണം കണ്ടു, അലാ വജ്ഹിൽ അർളി, ഭൂമിയിൽ, ആ വഴിയിൽ, ഫീഹി ഇസ്മുല്ലാഹി അസ്സ വജല്ല, ആ കടലാസിന്റെ കഷ്ണത്തിൽ അല്ലാഹുവിന്റെ പേരുണ്ട്. ഫനസൽതു ഇലൻ നഹരി ഫഗസൽതുഹു, ആ കടലാസ് കണ്ടപാടെ എടുക്കുകയും ആ കടലാസിൽ പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു അരുവിയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അതിലുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണ്. അല്ലാഹുവിൻ്റെ ഇസ്മുള്ള കടലാസ് വൃത്തിയാക്കുകയാണ്. വകുന്തു ലാ അംലികു മിനദ്ദുനിയാ ഇല്ലാ ദിർഹമാ, ആ സമയത്ത് എൻ്റെ പോക്കറ്റിൽ ഒരു ദിർഹംസ് മാത്രമാണുള്ളത്. ആ ദിർഹമു കൊണ്ട് ഫസ്തറൈതു മിസ്കാ, നല്ല ഒരു അത്തർ വാങ്ങി, സുഗന്ധം വാങ്ങി. എന്നിട്ടോ ആ അല്ലാഹുവിൻ്റെ പേര് എഴുതപ്പെട്ട കടലാസിൻ്റെ മുകളിൽ ആ സുഗന്ധം പുരട്ടി.
അള്ളാഹുവിന്റെ നാമം എഴുതപ്പെട്ടതിനെ ബഹുമാനിച്ച് ആദരിച്ച് ഉന്നതമായ സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു. അന്നത്തെ രാത്രിയിൽ ഫനിംതു, ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഫഅതാനിയാതിൻ, മനാമിൽ ആരോ വരുന്നു. ഫഖാല, വന്ന കക്ഷി പറയുന്നു, യാ ബിശ്റു, ഓ ബിശ്റുൽ ഹാഫി, കമാ തയ്യബ്ത ഇസ്മി ലഉതയ്യിബന്ന ഇസ്മക, എൻ്റെ പേരിനെ നിങ്ങൾ നന്നാക്കിയതുപോലെ നിങ്ങളെ പേരിനെയും ഞാൻ നന്നാക്കുന്നതാണ്. വകമാ തഹർത ഇസ്മി ലഉതഹിറന്ന ഖൽബക, അല്ലാഹ് എന്ന ജലാലിയത്തിന്റെ ഇസ്മിനെ നിങ്ങൾ ശുദ്ധിയാക്കിയതുപോലെ അള്ളാഹുവിന്റെ പേര് കണ്ടപ്പോൾ ആ കടലാസിലുള്ള അഴുക്കുകൾ വൃത്തിയാക്കിയതുപോലെ ആ കടലാസിനെ വല്ലാതെ സുഗന്ധം പൂശി ബഹുമാനിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങൾ വളരെ ബഹുമാനം കാണിച്ചതുപോലെ ലഉതഹിറന്ന ഖൽബക, നിങ്ങളെ ഹൃദയം ഞാൻ ശുദ്ധിയാക്കുന്നതാണ്. സുഹൃത്തുക്കളെ, ഈമാൻ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ തഅ്ളീമു മാ അല്ലമഹുല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. വ തഹ്തീറു മാ ഹഖറഹുല്ലാഹ്, അല്ലാഹു നിസാരപ്പെടുത്തിയതിനോട് നമ്മുടെ ഖൽബിൽ വെറുപ്പ് തോന്നലാണ്. അതാണ് നമ്മുടെ ബേസിക് എന്ന് പറയുന്നത്. ആ ബഹുമാനമുള്ളവരെ യഥാർത്ഥ ഈമാനുള്ളവരായി തീരുന്നുള്ളൂ. ആദരവില്ലാത്തവർ, ബഹുമാനമില്ലാത്തവർ യഥാർത്ഥ ഇസ്ലാം സ്വീകരിച്ചവരല്ല. പരിശുദ്ധ റമളാനു ശരീഫല്ലേ വരുന്നത്. റമളാനിന്റെ ബഹുമാനങ്ങളെ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം അത് ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച മാസമാണ്. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഖുർആൻ കൊണ്ടുപോകാറില്ലേ? നമ്മുടെ മക്കൾ മദ്രസ കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ എവിടെയാണ് വെക്കുന്നത് എന്ന് സൂക്ഷിക്കാറുണ്ടോ? ആലോചിക്കാറുണ്ടോ? ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചിട്ട് പണിത് തീർക്കുന്ന നമ്മുടെ വീട്ടിൽ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനു ശരീഫ് സൂക്ഷിക്കാൻ 1000 നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ? കുറഞ്ഞ പണം നമ്മൾ മുടക്കിയിട്ട് അതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ? എത്ര ഓത്തുകാരാണ് അവര് ഓതുന്ന ഖുർആൻ അവരെ ശപിച്ചു കൊണ്ടിരിക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ചില ആളുകളുടെ വീടുകളിലേക്ക് കയറി ചെന്നാൽ അതേ കുട്ടികൾ സ്കൂളിലെ പുസ്തകങ്ങൾ വെക്കുന്നിടത്ത് ആ പുസ്തകങ്ങൾക്കിടയിൽ ഖുർആൻ കാണുകയാണ്. മറ്റു ചിലരുടെ വീടുകളിൽ
ഭക്ഷണം കഴിച്ചുകൊണ്ട് അതേ വേസ്റ്റുകൾ ഇടുന്ന തീന്മേശപ്പുറത്ത് അതാ ബഹുമാനമില്ലാതെ ഖുർആൻ വെച്ചിരിക്കുകയാണ്. ഉമ്മമാരോട്, ഉപ്പമാരോട്, സുഹൃത്തുക്കളോട് സന്ദർഭോചിതമായി എൻ്റെ ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, ഖുർആൻ നമ്മുടെ വീട്ടിൽ വളരെ ബഹുമാനത്തോടെ സൂക്ഷിക്കണേ. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ റമളാനല്ലേ നമ്മൾ മുസ്ഹഫ് കയ്യിലെടുത്തത്. ഈ വരുന്ന റമളാനാകാൻ കാത്തിരിക്കുകയല്ലേ നമ്മൾ ഖുർആൻ ഓതാൻ. പറയട്ടെ, ഖുർആൻ ഓതുന്നതിന് മുമ്പ് നമ്മുടെ ഖൽബിൽ വേണ്ടത് ഖുർആനിനോടുള്ള ബഹുമാനമാണ്. പരിശുദ്ധ ഖുർആൻ ഹൗസ് വാമിംഗ് നടക്കുമ്പോൾ ആദ്യമായി നമ്മളുടെ പ്രായം ചെന്ന ഉമ്മാന്റെ കയ്യിൽ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് എടുത്തു കൊണ്ടുപോയതാണ് ഖുർആൻ. ആ ഖുർആൻ ഇന്ന് നമ്മുടെ വീട്ടിൽ എവിടെയാണെന്ന് നമുക്കറിയുന്നില്ല. ഓ സുഹൃത്തുക്കളെ, നമ്മളുടെ വീട്ടിൻ്റെ അകത്തുള്ള ഖുർആൻ നമുക്കും നമ്മുടെ വീടിനെയും ശപിക്കുന്നുണ്ടെങ്കിൽ, ശാപത്തിന് വേണ്ടി ദുആ ഇരക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടില് ബറക്കത്തുണ്ടാവൂല, മനസ്സമാധാനം ലഭിക്കൂല, ഐശ്വര്യമുള്ള വീടാവൂല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വരാൻ, അല്ലാഹുവിങ്കലിൽ നിന്ന് സകീനത്ത് ലഭിക്കാൻ, നമ്മുടെ വീട്ടിലും കുടുംബത്തിലും ഐശ്വര്യം ലഭിക്കാൻ ഖുർആൻ നമുക്ക് അനുകൂലമായി ദുആ ഇരക്കണം. അല്ലാഹുവിങ്കലിൽ നിന്ന് അവന്റെ റഹ്മത്തിന് വേണ്ടി ദുആ ഇരക്കണം. അതുകൊണ്ട് ഇന്നു തന്നെ റബ്ബിന്റെ കലാമാകുന്ന ഖുർആനിനെ ചെന്ന് മുസ്ഹഫ് എടുത്ത് വളരെ സൂക്ഷിച്ചു വെക്കണേ, ബഹുമാനത്തോടെ എടുത്തു വെക്കണേ. പഴയ കാലങ്ങളിൽ നമ്മുടെ മക്കൾ മദ്രസയിലേക്ക് മുസ്ഹഫുകൾ കൊണ്ടുപോകുമ്പോ പഴമക്കാരായ വാപ്പ ഉമ്മമാര് ആ മുസ്ഹഫിനെ സൂക്ഷിക്കാൻ ഒരു കവറ് വെക്കാറുണ്ടായിരുന്നു. മുസ്ഹഫിന്റെ ഒരു ഉറ നിർമ്മിച്ച് കൊടുക്കാറുണ്ടായിരുന്നു. അതേ ഫുഖഹാ ചർച്ച ചെയ്യുന്നു, ഖുർആനിന്റെ ഉറ തൊടാൻ വുളൂ വേണോ വേണ്ടയോ? അത്രത്തോളം പൂർവികർ ഖുർആൻ സൂക്ഷിക്കാനുള്ള ഉറ പോലും വളരെ ആവേശത്തോടെ ശ്രദ്ധയോടെ കൊണ്ട് നടക്കാറുണ്ട്. പുതിയ കാലത്ത് നമ്മൾ ഖുർആനിനോട് സമീപിക്കുന്നത് ബഹുമാനമുള്ള സമീപനമല്ല. അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. പരിശുദ്ധ ഖുർആനിനോട് ബഹുമാനം വേണം, അതേ ഇൽമിനോട് ബഹുമാനം വേണം, അല്ലാഹുവിന്റെ ഇസ്മുകളോട് ബഹുമാനം വേണം. ആ ബഹുമാനം ഖൽബിലുള്ളപ്പോൾ അല്ലാഹുവിന്റെ ഇസ്മു കണ്ട സമയത്ത് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ആ കടലാസ് എടുത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കുന്നു. സുഗന്ധം പുരട്ടി വളരെ ആദരവോടെ കൊണ്ടുപോയി സൂക്ഷിക്കുന്നു. ആ ബഹുമാന പ്രകടനം ഉണ്ടായപ്പോൾ ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് വലിയ ആത്മീയ പദവി നൽകുന്നു. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച സർവദോഷങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്.
ഞങ്ങളെ കൽബിൽ നീ ബഹുമാനിച്ച സർവ്വതിനെയും സർവരെയും ബഹുമാനിക്കാനുള്ള ഈമാനും തഖ്വയും ഏറ്റിത്തരണേ അല്ലാഹ്. എത്രത്തോളമാണ് ബിശ്റുൽ ഹാഫി തങ്ങൾക്ക് അല്ലാഹു ആത്മീയമായ ചിന്ത കൊടുത്തത്. മഹാനവർകൾ പറയുന്നു, റുബ്ബമാ റഫഅതു യദീ ഫിദ്ദുആഇ ഫഅറുദ്ദഹാ. അല്ലാഹുവിനോട് ദുആയിരക്കാൻ റബ്ബിങ്കലിലേക്ക് എൻ്റെ രണ്ട് കരങ്ങൾ ഞാൻ ഉയർത്തുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ കൈകൾ പിൻവലിച്ചു കളയും, എൻ്റെ കൈകൾ ഞാൻ തിരിച്ചെടുക്കും. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്? ഇന്നമാ യഫ്അലു ഹാദാ മൻ ലഹു ഇൻദഹു വജ്ഹുൻ. അല്ലാഹുവിങ്കലിൽ സ്ഥാനം നേടിയ ആളുകൾക്കല്ലേ അവനിലേക്ക് കൈകൾ നീട്ടാനും വല്ലതും ആവശ്യപ്പെടാനും അർഹതയുള്ളൂ. റബ്ബിനോട് ദുആ ചെയ്യാൻ എനിക്ക് അർഹതയില്ല. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു അവരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യം ഓർക്കലാണ്, തിരിച്ചറിയലാണ്. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി തങ്ങൾ പറയുന്നു, ലൈസ മിനൽ മുറൂഅ, ഓ മോനെ, സൂക്ഷ്മതയിൽ പെട്ടതല്ല. അൻ തുഹിബ്ബ മാ യുബ്ഗിദു ഹബീബുക്, നീ സ്നേഹിക്കുന്ന ആള് റബ്ബാണെങ്കിൽ, നിന്റെ ഖൽബിൽ അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ആ നീ സ്നേഹിക്കുന്ന റബ്ബ് വെറുക്കുന്നതിനെ ഇഷ്ടപ്പെടൽ സൂക്ഷ്മതയല്ല. അന്നദ്ദുനിയാ ബഗീലത്തുല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും വെറുപ്പുള്ളതാണ് ദുനിയാവ്. ഫലാ തുഹിബ്ബഹാ, അതുകൊണ്ട് ദുനിയാവിനെ നീ മഹബ്ബത്ത് വെക്കണ്ട. ഇൻ കുന്ത തുഹിബ്ബുല്ലാഹ്, നിന്റെ ഖൽബിൽ അല്ലാഹുവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഖാലിഖായ റബ്ബുൽ ഇസ്സത്തിനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, ആ റബ്ബിന് ദേഷ്യമുള്ള ദുനിയാവിനെ നീ പ്രിയം വെക്കണ്ട. സുബ്ഹാനല്ലാഹ്. മഹാന്മാരായ ഔലിയാക്കളെ സ്വഭാവമാണ്, ഇന്നലിദ്ദുനിയാ ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖുദ്ദുനിയാ വഖാഫുൽ ഫിതന. അവര് ദുനിയാവിലെ പാടെ തൊലാഖ് ചൊല്ലിയിരിക്കുകയാണ്. ദുനിയാവിലുള്ള ഫിത്നകളെ അവര് ഭയക്കുകയാണ്. നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ദുനിയാവ് ശാശ്വതമായിട്ടുള്ള ജീവിതമുള്ള വീടല്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്, ഔലിയാ ചക്രവാളത്തിലെ വലിയ മാനരല്ലേ. ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ കൊട്ടാരത്തിന്റെ അകത്ത് അതാ അവിടുത്തെ മണിമെത്തയിൽ വിശ്രമിക്കുകയാണ്. വരുന്നു കൊട്ടാരത്തിലേക്ക് തന്റെ സേനകൾക്കിടയിലൂടെ ഒരു മനുഷ്യൻ ചോദിക്കുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ, നിങ്ങൾ എന്താണ് എന്റെ കൊട്ടാരത്തിൽ വരാൻ കാരണം? ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഈ മുസാഫർ ഖാനയിൽ യാത്രക്കിടയിൽ അല്പം വിശ്രമിക്കാൻ വന്നതാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾക്ക് ദേഷ്യം വന്നുപോയി. നിനക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യ? ഇത് എന്റെ കൊട്ടാരമാണല്ലോ, ഇത് യാത്രക്കാരെ വിശ്രമിക്കുന്ന മുസാഫർ ഖാനയല്ലല്ലോ. ആ വന്ന മനുഷ്യൻ പറഞ്ഞു, ഇബ്രാഹിമേ,
ഇത് നിങ്ങളുടേതല്ലായിരുന്നു, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നിങ്ങളെ ബാപ്പൻ്റെതായിരുന്നു. നിങ്ങളെ ബാപ്പാന്റെ മുമ്പ് നിങ്ങളാ വലിയുപ്പയുടേതായിരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞു, അതെ സത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ബാപ്പയും വലിയുപ്പയും മരിച്ചു പോയപ്പോ എനിക്ക് അനന്തര സ്വത്തായി കിട്ടിയതാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് വന്ന കക്ഷി പറയുന്നു, ഫാദിഹി റിബാത്തുൻ, അങ്ങനെയെങ്കിൽ ഇതൊരു മുസാഫിർ ഖാനയല്ലേ, യാത്രക്കാര് വിശ്രമിക്കുന്ന വീടല്ലേ. ബാപ്പ പോയതുപോലെ വല്യപ്പയും മരിച്ചു പോയതുപോലെ നിങ്ങളെ പൂർവീകരൊക്കെ യാത്രയായതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾക്കും പോവാനില്ലേ, നിങ്ങൾക്കും മരണമില്ലേ. ശാശ്വതമായ ജീവിതം ദുനിയാവിലില്ലല്ലോ. ഇതും പറഞ്ഞ വന്ന കക്ഷി തിരിച്ചു പോവുകയാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ ചിന്താമണ്ഡലത്തെ ഈ സംഭവം അങ്ങ് പിടിച്ചു കുലുക്കി. മഹാനവർകൾ അതാ രാജ്യം വിട്ടു പോവുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. 2 വയസ്സുള്ള ചെറിയ മോനുണ്ട്. ഭാര്യയോട് മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തണമെന്ന വസിയ്യത്ത് പറഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് യാത്ര പോയി. തറക്തുൽ ഖൽഖ തുറൻ ഫീ റിളാക വഅയ്തംതുൽ ഇയാല ലികൈ യറാക. സൃഷ്ടികളെയെല്ലാം ഞാൻ ഒഴിവാക്കിയത് അല്ലാഹ് നിന്റെ തൃപ്തി കിട്ടാനാണ്. ചെറിയ പറക്കമറ്റാത്ത മക്കളെ അനാഥരാക്കിയത് നിന്നെ കാണാനാണ് റബ്ബേ. രാജ്യം അടക്കി വാഴുന്ന രാജാവ് അതാ രാത്രി സമയങ്ങളിൽ അങ്ങാടികളിലെ പീഡിക തിണ്ണകളിൽ കിടന്നുറങ്ങുന്നു. വനപ്രദേശങ്ങളിൽ മരത്തിന്റെ കൊമ്പുകളിൽ രാത്രിയിൽ കഴിച്ചുകൂട്ടുന്നു. തീർത്തും ഒരു മുസാഫിറായി, ഒരു ഫഖീറായി ജീവിക്കുന്നു. സുൽത്താൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് അവിടുത്തെ മനാഖിബ് ഇമാമുമാർ എഴുതിയിട്ടുണ്ട്. അവസാനം അവിടുത്തെ യാത്ര അല്ലാഹുവിന്റെ കഅബാലയത്തിലെത്തിയപ്പോ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കഅബാന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ഇരക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ ദുആ കഴിഞ്ഞപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ആ മോനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മോനെ ദുആക്ക് ഇജാബത്തുള്ള ഈ സ്ഥലത്ത് വെച്ച് റബ്ബിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരുപാട് നേരമായി ദുആ ചെയ്യുന്നു. നിന്റെ പ്രശ്നം എന്താണ് മോനെ? റബ്ബിനോട് ഇത്രയും സങ്കടപ്പെട്ട് പറഞ്ഞ കാര്യം എന്താണ് മോനെ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്നെ കാണുമ്പോൾ നാട്ടിലെ കാരണവന്മാര് പോലും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കാറുണ്ട്. എന്നെ പെറ്റ എൻ്റെ ഉമ്മ എൻ്റെ ബാപ്പാനെ കുറിച്ച് വാചാലമായി പറഞ്ഞു തരാറുണ്ട്. എനിക്ക് ജീവിതത്തിന് കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട ബാപ്പ, ആ ബാപ്പാനെ
ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ ഒരു നോക്ക് കണ്ടിട്ടില്ല. ബാപ്പ അല്ലാഹുവിൽ വലിയ ആത്മീയമായി ചിന്തിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയപ്പോ നാടും വീടും കുടുംബവും ഉപേക്ഷിച്ചു പോയതാണ്. ആ ബാപ്പാന്റെ മോനാകുന്ന എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പൊന്നുപ്പാന മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു തവണയെങ്കിലും കാണാനുള്ള സൗഭാഗ്യം ലഭിക്കാൻ യജമാനനായ റബ്ബിനോട് ദുആ ചെയ്തതാണ്. കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് വെച്ച് ചോദിക്കുന്നു, മോനെ നിന്റെ ബാപ്പാരാണ്? എൻ്റെ ബാപ്പ ഇബ്രാഹിം ഇബ്നു അദ്ഹമാണ്. മോനെ നിന്റെ നാട് എവിടെയാണ്? ഞാൻ ബൽഖ പട്ടണത്തിലാണ്. മോനെ നിന്റെ പ്രായം എത്രയാണ്? ഞാൻ 17 വയസ്സുകാരനാണ്. മുമ്പിൽ നിൽക്കുന്നത് പൊന്നുമോനാണെന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തപ്പോ അവസാനമായി ഒരു ചോദ്യം ചോദിക്കുന്നു, മോനെ പ്രായപൂർത്തിയായതിനു ശേഷം ഏതെങ്കിലും ഒരു വക്ത് നിസ്കാരം ഖളാ ഉണ്ടോ? നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. നാടും വീടും വിട്ടെറിഞ്ഞു പോകുമ്പോ എൻ്റെ പൊന്നുപ്പ ഉമ്മാനോട് നടത്തിയ വസിയത്ത് മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തണം എന്നതാണ്. എൻ്റെ ഉമ്മ ദീൻ പഠിപ്പിച്ച് എന്നെ വളർത്തിയത് കൊണ്ട്, ആ സൂക്ഷ്മശാലിയായ ബാപ്പാന്റെ മോനായതുകൊണ്ട് ഞാനൊരു വക്ത് നിസ്കാരവും ഖളാക്കിയിട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അവിടുത്തെ മകന് മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ആലിംഗനം ചെയ്ത് ചുടുചുംബനം നൽകുകയാണ്. അനാബൂക്ക് മോനെ, റബ്ബിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്തത് പൊന്നുപ്പാനെ കാണാനാണെങ്കിൽ ഞാനാണ് ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം മോനെ. പൊന്നുപ്പ ഞാനാണ് മോനെ. ചെറുപ്പക്കാരികളെ, പ്രായം തികഞ്ഞത് മുതൽ ഇന്ന് വരെ ഒരു വക്ത് നിസ്കാരവും എനിക്ക് ഖളാ ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമാണോ? ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങള് രാജ്യം ഭരിച്ച ഭരണാധികാരിയായിട്ട് പോലും ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാനുള്ളതാണ് ദുനിയാവ് എന്ന തിരിച്ചറിവ് ലഭിച്ചപ്പോ, മരണം ഉണ്ട് എന്ന യാഥാർത്ഥ്യ ബോധം വന്നപ്പോ ദുനിയാവ് ത്വലാഖു ചൊല്ലി. പ്രൗഢിയും പ്രതാപവും നിറഞ്ഞ രാജകീയ സിംഹാസനത്തിൽ നിന്ന് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഞാനും നിങ്ങളും മരണത്തെ വിസ്മരിക്കുന്നുണ്ടോ? ആഖിറത്തെ ചിന്തിക്കുന്നുണ്ടോ? ദുനിയാവ് സമ്പാദിക്കാനുള്ള നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ മരണം വന്ന് പിടികൂടുമെന്ന് മറന്നുപോകല്ലേ. ദുനിയാവിൻ്റെ പിന്നാലെ ഓടുമ്പോ ഖബറിലേക്കുള്ള ഓട്ടമാണെന്ന് വിസ്മരിക്കല്ലേ. അല്ലാ, ഞങ്ങളെ ഖൽബിൽ ഈമാൻ ഏറ്റിത്തരണേ റഹ്മാനേ. തഖ്വ നൽകണേ അല്ലാ. എല്ലാ ദിവസവും 5 നേരം നിന്റെയും എന്റെയും വീട്ടിൽ വരുന്നു ആര്? മാലാകമാരിൽ 4 മഹാന്മാരുണ്ട്. അസ്റായീൽ, ഇസ്റാഫീൽ,
മീകായിൽ ജിബ്രീൽ അലൈഹിമുസ്സലാം. ആ 4 പ്രധാനികളിൽ ഒരാളല്ലേ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. ആ അസ്റായീൽ എന്ന മലക്ക് നമ്മുടെ വീട് സന്ദർശിക്കുന്നു. എന്നിട്ട് ഉമ്മമാരെ, എന്റെയും നിങ്ങളുടെയും റൂഹിനെ പിടിക്കാൻ പടച്ച റബ്ബ് നിശ്ചയിച്ച സമയമായോ എന്ന് പരിശോധിക്കുന്നു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇത് നമ്മോട് പറയുന്നത്. 2024 കലണ്ടർ വീട്ടിന്റെ ചുമരിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നില്ലേ? ഒരു പക്ഷേ ആ കലണ്ടറിൽ ഒരു ഫിക്സ് ചെയ്ത മാസമുണ്ട്, നമ്മെ കാത്തിരിപ്പുണ്ട്. ആ മാസത്തിൽ ഒരു നിശ്ചിത ദിവസമുണ്ട്, അല്ലാഹ് തീരുമാനിച്ച ടൈമുണ്ട്. ഒരു മൈക്രോ സെക്കൻഡ് പോലും നേരത്തെ ആവുകയില്ല, ഒട്ടും സാവകാശം ലഭിക്കുകയുമില്ല. സുബ്ഹാനല്ലാഹ്. പരിസരങ്ങളിൽ നിന്ന് പലരും പെടുന്നനെ മരിച്ചു പോയിട്ടില്ലേ? ചില ആളുകൾ ധരിക്കുന്നത് എനിക്ക് പ്രായം കുറവല്ലേ, ഇപ്പൊ ഒന്നും മരിക്കൂല, ഞാൻ ആരോഗ്യവാനല്ലേ, പെട്ടെന്ന് മരണത്തിന് കീഴ്പ്പെടേണ്ടി വരൂല. മരിക്കാൻ പ്രായമാകേണ്ടതില്ല, മരിക്കാൻ രോഗത്തിന് അടിമയാകേണ്ടതില്ല, മരിക്കാൻ ഒന്ന് മാത്രമാണ് ആവശ്യം, അല്ലാഹു തീരുമാനിച്ച സമയമെത്തുക. പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുഖനിദ്രയിൽ കഴിയുമ്പോ സൈലന്റ് അറ്റാക്കായി മരിച്ചുപോയവരില്ലേ? രാത്രിയിൽ കിടന്നിറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോ മയ്യത്തായി കിടന്നവരില്ലേ? ജോലിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, പോകുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴ്പ്പെട്ടവരില്ലേ? ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് ആ മയ്യത്ത് കടന്നു വന്നിട്ടില്ലേ? പാപ്പമാരെ മയ്യത്തുകൾ വീട്ടിൽ നിന്ന് മയ്യത്തു കട്ടിലയിൽ ചുമന്ന് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയ മക്കൾ ഈ സദസ്സിലില്ലേ? ഉമ്മമാരെ മയ്യത്ത് കൊളിപ്പിച്ച് മൂക്കിലും ചെവിയിലും പരുത്തി വെച്ച് 3 കഫനിൽ പൊതിഞ്ഞു കെട്ടി പെറ്റുമ്മാനെ വീട്ടിൽ നിന്ന് യാത്ര അയച്ച ഉമ്മമാരന്റെ വഴല് കേൾക്കുന്നില്ലേ? ആ ബാപ്പയും ഉമ്മയും പോയതുപോലെ കുടുംബക്കാര് പലരും യാത്ര ചെയ്തതുപോലെ മടക്കമില്ലാത്ത ഒരു യാത്ര നമുക്കും പോകാനില്ലേ? അല്ലാഹ് മരണം ചിന്തിച്ച് സൽക്കർമ്മങ്ങളിൽ സജീവമാവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അക്സിറൂ ദിക്റൽ മൗതി മിൻ ദിക്രിൽ ഹയാത്ത്. ജീവിതത്തെ ഓർക്കുന്നതിനേക്കാൾ നിങ്ങൾ മരണത്തെ ഓർക്കണേ. ഒരാൾ മരണത്തെ എല്ലാ സമയത്തും ഓർത്താൽ നന്മ ചെയ്യാൻ അയാൾക്ക് സാധിക്കുന്നതാണ്. തിന്മകളിൽ നിന്ന് രാജിയാവാൻ അയാൾക്ക് മനസ്സുണ്ടാകുന്നതാണ്. കോഴിക്കോട് നഗരത്തിന്റെ സമീപത്തുള്ള 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ അങ്ങാടി
അങ്ങാടിയിൽ ഒരു ചെരുപ്പ് കടയിൽ ജോലി ചെയ്യുന്ന മോനാണ്. പതിവ് പോലെ വീട്ടിൽ നിന്ന് ബൈക്കെടുത്ത് ഇറങ്ങിയതാണ്. പോകുന്ന വഴിയിൽ ചീറിപ്പാഞ്ഞ് വന്ന വാഹനം ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. ആ ചെറുപ്പക്കാരൻ തെറിച്ചു വീണു. ശരീരത്തിൽ നിന്ന് രക്തമിങ്ങനെ ഒഴുകുമ്പോ അങ്ങാടിയിലുള്ള റോട്ടിന്റെ ഇരുവശങ്ങളിലുമുള്ള ആളുകൾ ഓടി വന്ന് ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അപകടം പിണഞ്ഞ സെക്കൻഡ് മുതൽ ആംബുലൻസിന്റെ സൈറനിന്റെ ശബ്ദത്തിനേക്കാൾ ശബ്ദത്തിൽ ആ പൊന്നുമോനെ ആ വാഹനത്തിന്റെ പിന്നിൽ സ്ട്രെച്ചറിൽ കിടക്കുമ്പോ കലിമത്തു തൗഹീദ് ചൊല്ലുകയാ. ബാപ്പാനെ വിളിച്ച് അപകടം പറ്റിയത് എന്ന് പറഞ്ഞില്ല. കുടുംബത്തെ വിളിച്ച് വിവരം കൊടുക്കൂ എന്ന് സംസാരിച്ചില്ല. തൊട്ടടുത്ത സമയത്ത് എന്റെ മരണം നടക്കുമല്ലോ എന്ന് ചിന്തിച്ച ചെറുപ്പക്കാരൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാഷ്വാലിറ്റിയിലേക്ക് ആ സ്ട്രെച്ചറിൽ കിടത്തിയ ചെറുപ്പക്കാരനെ എടുത്തു കൊണ്ടുപോയി വെക്കുമ്പോ ആശുപത്രിയിലുള്ള ആളുകളൊക്കെ നോക്കുകയാണ്. എവിടുന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശബ്ദം കേൾക്കുന്നത്? ആ ശബ്ദിക്കുന്ന സഹോദരന്റെ അടുത്തേക്ക് നാട്ടുകാര് ആശുപത്രിയിലുള്ള ആളുകൾ ഓടി അടുത്തപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമയുടെ ശബ്ദം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അവസാനം നിലച്ചുപോയി. നോക്കുമ്പോൾ ആ പൊന്നുമോനെ കലിമ ചൊല്ലി മരണപ്പെട്ടു പോയി. പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കോഴിക്കോട് ജില്ലാ SYSന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹായിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വാന്തനത്തിന്റെ പ്രവർത്തകന്മാര് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, പരിസരത്തുണ്ടെങ്കിൽ ഒന്ന് നിസ്കരിക്കാൻ വരുമോ? ഞാനവിടെ നിസ്കരിക്കാൻ ചെന്നപ്പോ കഫൻ ചെയ്ത് ആ പൊന്നുമോന്റെ മയ്യത്ത് ഞങ്ങളെ മുമ്പിൽ നിസ്കാരത്തിന് കൊണ്ടുപോയി കിടത്തി. മയ്യത്ത് കുളിപ്പിച്ച വളണ്ടിയർമാരുടെ ലീഡർ എന്റെ ചെവിടിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ച് വെച്ചിട്ട് പറയാണ്, നിർബന്ധിച്ച് വിളിക്കാൻ കാരണം ഈ പൊന്നുമോന്റെ ശരീരത്തിൽ സ്വാലിഹീങ്ങളുടെ മയ്യത്തിൽ പ്രകടമാകുന്ന അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്. റൂഹ് പിരിയുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പലതവണ ഉറക്കെ ചൊല്ലി മരിച്ചതാണ്. എന്തോ ഒരു ചിരിക്കലാണ്, ചിരിച്ച് കിടക്കുകയാണ്. ഈ മയ്യത്തിൽ സ്ഖലനം കണ്ടിട്ടുണ്ട്. സകറാത്തുൽ മൗത്തിന്റെ വേദനയിൽ വല്ലാതെ പുളയുമ്പോ സ്വാലിഹീങ്ങളാണെങ്കിൽ സ്വർഗത്തിലുള്ള ഹൂരികളെ കാണിച്ചു കൊടുക്കുമെന്നാണ്. അവർക്ക് ആ വേദനയിൽ ഹൂറുല്ലീങ്ങളെ കാണുമ്പോൾ സ്ഖലനം സംഭവിക്കുകയാണ്. ഇമാമുമാര് സ്വാലിഹീങ്ങളെ മരണം പറയുന്നിടത്ത് വിശദീകരിച്ചതാണ്. ഞാനാ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന് നിസ്കാരം കഴിച്ചപ്പോ
കുടുംബങ്ങളോട് പറഞ്ഞൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ മയ്യത്തിൻ്റെ തലക്കുമീരയുള്ള കെട്ടങ്ങ് അഴിച്ചു മാറ്റി കഫംപുടകൾ നീക്കിത്തന്നപ്പോ കണ്ണ് നിറഞ്ഞുപോയി. മാഷാ അല്ലാഹ്, ജീവിച്ചിരിപ്പുള്ള ഒരാൾ ചിരിച്ചു കിടക്കുന്നത് പോലെയുള്ള കിടത്തമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിന് നൽകിയ നിറം കറുപ്പാട്. ആ കറുപ്പ് നിറത്തെ വെല്ലും വിധത്തിൽ ഈമാനിന്റെ വെളിച്ചം ആ മുഖത്തിൽ നിന്ന് അടിച്ച് വീശുകയാണ്. ചിന്തിച്ചു പോയി, മരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് മരിക്കാൻ കഴിയുമോ? ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുപോയി ഖബർസ്ഥാനിൽ ഒരുക്കപ്പെട്ട ഖബറിൽ വെച്ച് മറമാടി കഴിഞ്ഞപ്പോ ആ സഹോദരന്റെ ജ്യേഷ്ഠൻ വിളിക്കുകയാണ്, ഉസ്താദേ, എന്റെ സഹോദരന്റെ മയ്യത്തിന് ഇമാമത്തു നിൽക്കാൻ നിങ്ങൾ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ വീട്ടിൽ എന്റെ സഹോദരന്റെ ഖബറിലേക്കുള്ള വെളിച്ചം കിട്ടാൻ, എന്റെ സഹോദരൻ ഖബറിലെത്തിയിട്ടുള്ള ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ രാത്രി. അതുകൊണ്ട് എന്റെ സഹോദരന്റെ ആദ്യ രാത്രിയിൽ അവനൊരു ദിക്റ് ചൊല്ലി ഹദിയ ചെയ്ത് ദുആ ചെയ്യുന്ന മജ്ലിസുണ്ട്. ദുആയിരക്കാൻ വരുമോ? ഞാൻ പറഞ്ഞു, ഇന്ന് വയനാട് ജില്ലയിൽ ഉൾവാഴിന് പോകാനുണ്ട് ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ മജ്ലിസിൽ നിങ്ങളെ സഹോദരന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ആ മരിച്ചുപോയ മോന്റെ ജ്യേഷ്ഠ സഹോദരനോട് ചോദിച്ചു, നിങ്ങൾ വിളിച്ചത് കൊണ്ട് ചോദിക്കട്ടെ, വിഷമം തോന്നരുത്. നിങ്ങളെ സഹോദരന്റെ മയ്യത്ത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിയല്ലോ. മരിക്കുവോളം കലിമ ചൊല്ലിയല്ലോ. അവന്റെ മുഖത്ത് ചിരിക്കുന്നത് കണ്ടല്ലോ. അതിനു മാത്രം അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത അമലെന്താണ്? ഉസ്താദേ, 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്. അങ്ങാടിയിലുള്ള കടയിൽ ജോലി ചെയ്യുമ്പോൾ ളുഹറിന് പള്ളി മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് അല്ലാഹുവിന്റെ വിളിയാളം വരുമ്പോ കൂടെ ജോലി ചെയ്യുന്നവരോട് ഞാൻ പള്ളിയിൽ പോയി വരാമെന്ന് പറഞ്ഞ് പോകാറുണ്ട്. ഞങ്ങളെ വീട്ടിൽ വന്നാൽ സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് പോകാറുണ്ട്. 5 വക്ത് നിസ്കാരം മുറ പോലെ നിർവഹിച്ചു. കഴിവതും ജമാഅത്തായി നിസ്കരിച്ചു. ജീവിതത്തിൽ ഒരു വക്ത് നിസ്കാരം ഖളാ ഉണ്ടാവൂല. ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന് കലിമ ചൊല്ലി മരിക്കാൻ നിമിത്തമായ അമലെന്ന് സ്വന്തം ചോരയെ കുറിച്ച് ജ്യേഷ്ഠൻ പറയുകയാണ്. ഈമാനുള്ള ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ശരീരത്തിൽ ജീവനും ബോധവും അല്ലാഹ് നൽകുന്ന കാലത്തോളം ഒരു ഫർദ് നിസ്കാരവും ഖളാ ആവല്ലേ. ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്, നിസ്കാരം ഖളാ ആയാൽ എന്താ, ഖളാ വീട്ടിൽ നിസ്കരിച്ചാൽ പോരെ? പോരാ. ഖളാ ആക്കുന്ന നിസ്കാരം വാനലോകത്തേക്ക്
ബന്ധപ്പെടുമ്പോ എനിക്കും നിനക്കും വേണ്ടി ശാപം കൊണ്ട് ദുആ ഇരക്കുന്നു. ഖളാ ആക്കിയ നിസ്കാരം ലയ്യഅക്കല്ലാഹ് കമാ ലയ്യഅതനീ. എന്നെ പരിഗണിക്കാത്ത നിന്നെ, എന്നെ അവഗണിച്ച നിന്നെ, എന്നെ പാഴാക്കിയതുപോലെ അല്ല നിന്നെയും കൈയൊഴിക്കട്ടെ മനുഷ്യ. ഖളാ ആക്കിയ നിസ്കാരം ദുആ ഇരക്കുമെന്ന്, ശാപം നടത്തുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിസ്കാരം ഖളാ ആയി നിസ്കരിച്ചുകൂടാ, അതാ ആയി തന്നെ നിസ്കരിക്കണം. അല്ലാഹു നമുക്ക് വിധി കൂട്ടട്ടെ, അല്ലാഹു നമുക്ക് വിധി കൂട്ടട്ടെ, അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ വക്ത് നിസ്കാരവും മരണം വരെ ഖളാ ആകരുത്. രണ്ടാമതായി ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുള്ള ഗുണമെന്താണെന്ന് ജ്യേഷ്ഠ സഹോദരൻ പറയുകയാണ്. ഉസ്താദേ, വീട്ടിലോ നാട്ടിലോ അയൽവാസികളിലോ അവന്റെ പരിസരങ്ങളിലോ ഏതെങ്കിലും ഒരു രോഗിയുണ്ടെന്നറിഞ്ഞാൽ ആ രോഗിക്ക് ആവശ്യമായ സ്വാന്തനം നൽകാൻ ഓടിയെത്താറുണ്ട്. പട്ടിണി പാവങ്ങളെ കൈയഴിച്ച് സഹായിക്കാറുണ്ട്. കണ്ണ് കാണാത്തവർ അവന്റെ മുമ്പിലെത്തിയാൽ അവർക്ക് വഴികാട്ടിയായി അവൻ നടന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങാടിയിൽ ഇറങ്ങിയപ്പോ റോഡ് ക്രോസ് ചെയ്യാനതാ കണ്ണ് കാണാത്തൊരു സഹോദരൻ പ്രയാസപ്പെടുമ്പോ കണ്ടില്ല എന്ന് നടിച്ച് പോകുന്നവരല്ലേ അവസാനം കലിമ ചൊല്ലി മരിക്കാൻ കഴിയണോ? പട്ടിണി പാവങ്ങളെ സഹായിച്ചോ? ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിക്കോ. നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, ജീവികൾക്ക് കൊടുത്തോ. അല്ലാഹു അങ്ങനെയുള്ള നല്ല ഒരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. എപ്പോഴും മരണം വന്ന് നമ്മളെ മാടി വിളിച്ചാലും കലിമ ചൊല്ലിയിട്ടൊന്ന് മരിക്കാൻ കഴിയണം. അവസാനം ഒന്ന് പുഞ്ചിരിച്ച് പോകാൻ കഴിയണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. സുഹൃത്തുക്കളെ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മോനെ, ദുനിയാവിനെ നീ സ്നേഹിക്കല്ലേ, ആഖിറത്തെ നീ സ്നേഹിച്ചോ. എന്നാൽ നിന്റെ ഖൽബിൽ അല്ലാഹുവിനോട് സ്നേഹം ലഭിക്കുന്നതാണ്. യകൂനുർ റജുലു മുറാഇയൻ ഫീ ഹയാതി. ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് ലോകമാന്യനാകുന്നുണ്ട്. അത് നമുക്കൊക്കെ അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സമുദായത്തിൽ ഭയപ്പെടുന്നത് വലിയ ശിർക്കല്ല. ഹബീബായ തങ്ങൾ ഭയപ്പെട്ടത് ചെറിയ ശിർക്കാണ്. ഏതാണ് ചെറിയ ശിർക്ക്? അത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോ ജനങ്ങൾ കാണട്ടെ എന്ന് ചിന്തിച്ച് ഇബാദത്ത് ചെയ്യലാണ്. ലോകമാന്യത്തോടെ അമല് ചെയ്യലാണ്. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി തങ്ങൾ പറയുന്നു, മുറായിയൻ ബഅദ മൗതിഹി. ചില ആളുകൾ, ചില മനുഷ്യന്മാര് മരിച്ചതിന് ശേഷവും അവര് ലോകമാന്യന്മാരാണ്, ലോകമാനമുള്ള ആളുകളാണ്.
ജനങ്ങള് കാണട്ടെ എന്ന ആഗ്രഹത്തിൽ മരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ബിശ്റുൽ ഹാഫി ഇത് പറഞ്ഞപ്പോൾ ചോദിച്ചു, കൈഫ യകൂനു മുറായിയൻ ബഅദ മൗതിഹി, ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം അവന്റെ ഖൽബിൽ എങ്ങനെയാണ് ലോകമാന്യം വരുന്നത്? മഹാനവറുകളുടെ മറുപടി, യുഹിബ്ബു അൻ യക്ഫുറൻ നാസു അലാ ജനാസതിഹി, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് ധാരാളം ജനങ്ങൾ പാരാവാരം മനുഷ്യന്മാര് വന്ന് കാണട്ടെ, എന്റെ ജനാസയെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അനുഗമിക്കട്ടെ, പള്ളിയും പരിസരവും എന്റെ മയ്യത്ത് നിസ്കാരത്തിൽ വരുന്നവരുടെ എണ്ണം കൊണ്ട് നിറഞ്ഞു കവിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അത് ലോകമാന്യമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. അതാ ഒരാൾ ബിശ്റുൽ ഹാഫി തങ്ങളെ കാണുന്നു. വഖഫ അലാ സ്വഹാബിൽ ഫാക്കിഹ, അങ്ങാടിയിൽ ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന ആളെ സമീപത്ത് എന്നിട്ട് നിൽക്കുകയാണ്. ബിശ്റുൽ ഹാഫി യൻളുറു ഇലൽ ഫവാക്കിഹി, ആ ഫ്രൂട്ട്സിലേക്ക് പഴവർഗ്ഗങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കടക്കാരൻ ചോദിച്ചു, ലഅല്ലക തസ്തഹി മിൻ ഹാദാ, ഈ പഴങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുപോലെയുണ്ടല്ലോ, ഏത് പഴം വേണമെങ്കിലും എടുത്തു തിന്നോളൂ. ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞു, ലാ, എനിക്ക് ഈ പഴങ്ങളൊന്നും ആവശ്യമില്ല. വലാകിൻ നളർതു ഇദാ കാന യുത്ഇമു ഹാദാ മൻ യഅസിഹി ഫകൈഫ മൻ യുതീഉഹു, ഇക്കാണുന്ന നല്ല നല്ല വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ നിറങ്ങളും വർണ്ണങ്ങളും രുചികളുമുള്ള പഴങ്ങളില്ലേ, ഈ പഴങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എതിര് പ്രവർത്തിക്കുന്ന, ദോഷം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹ് ഭക്ഷിപ്പിക്കുന്നുവെങ്കിൽ ഫകൈഫ മൻ യുതീഉഹു, അല്ലാഹുക്ക് ഇത്വാഅത്ത് ചെയ്ത് അല്ലാഹുക്ക് വഴിപ്പെട്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരെ അല്ലാഹു എത്രത്തോളം ഭക്ഷിപ്പിക്കുന്നതാണ് എന്ന് ചിന്തിച്ചു നിന്നുപോയതാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാണ് കദളിപ്പഴം തിന്നാനും. അല്ലാ, ഞങ്ങളെ പാപങ്ങൾ പൊറുത്തുതാ റഹ്മാനേ, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുത്തു തരണേ അല്ലാ, നിന്നെ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ഞാൻ എൻ്റെ പ്രഭാഷണം ഉപസംഹരിക്കുകയാണ്. അവസാനമായി പറയുന്നു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ സ്നേഹിതൻ അവിടുത്തെ മനാമിൽ ദർശിച്ചപ്പം ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു എന്താണ് നിങ്ങൾക്ക് നൽകിയത്? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഗഫറ ലീ റബ്ബി, എൻ്റെ റബ്ബന്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ട്. വതൗവജനി, സ്വർഗീയ കിരീടം അണിയിപ്പിച്ചിട്ടുണ്ട്. വഅൽബസനി നഅലൈനി മിൻ ദഹബിൻ, സ്വർണത്തിനാലുള്ള 2 ചെരുപ്പ് ധരിപ്പിച്ചിട്ടുണ്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, അല്ലാഹ് പറഞ്ഞു, യാ അഹ്മദു ഹദാ ബിഖൗലിക, ഓ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ,
ഇത്രയും സ്വർഗീയ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണം അൽ ഖുർആനു കലാമി, അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. ചാട്ടവാറിന്റെ അടിയുടെ മുമ്പിൽ ഈമാനില്ലെന്ന് പതറാതെ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് ഉച്ചേശ്വരം പ്രഖ്യാപിച്ചത് കൊണ്ടാണ് സ്വർഗ കിരീടം നിങ്ങൾക്ക് അണിയിപ്പിച്ചത്, സ്വർണത്തിനാലുള്ള 2 ചെരുപ്പുകൾ നിങ്ങൾക്ക് ധരിപ്പിച്ചത്. സ്നേഹിതൻ ചോദിച്ചു, ഫമാ ഫഅല ബിശ്റുൽ ഹഫീ, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, നിങ്ങൾ ബിശ്റുൽ ഹാഫിയ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉടനെ ഹംബലി ഇമാമിന്റെ മറുപടി, ബഖിൻ, ബഖിൻ സന്തോഷമാണ്. മം മിസ്ലു ബിശ്ർ, ആരാണ് ബിശ്റുൽ ഹാഫിയെ പോലെ വേറെയുള്ളത്? തറക്തുഹു ബൈന യദയിൽ ജലീൽ, പടച്ച റബ്ബിന്റെ മുമ്പിൽ ഞാൻ ബിശ്റിനെ കണ്ടിട്ടുണ്ട്. വബൈന യദൈഹി മാഇദത്തും മിനത്തആം, ബിശ്റുൽ ഹാഫിയുടെ മുമ്പിൽ ഭക്ഷണത്തിന്റെ ഒരു സുപ്ര അല്ലാഹ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. വൽ ജലീലു മുഖ്ബിലുൻ അലൈഹി, അല്ലാഹ് തളികയിലേക്ക് സുപ്രയിലേക്കുള്ള ആ വിഭവങ്ങളിലേക്ക് നോക്കിയിട്ട് പറയാണ്, കുൽ യാ മൻ ലം യഅകുൽ, വിശപ്പ് മാറുവോളം ദുനിയാവിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത മനുഷ്യ, ബിശ്റേ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. വശ്റബ് യാ മൻ ലം യശ്റബ്, ദാഹം തീരുവോളം ദുനിയാവിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടില്ല ബിശ്റുൽ ഹാഫി, നിങ്ങൾ ഇതിൽ നിന്ന് എടുത്ത് കുടിക്കൂ. വൻഅം യാ മൻ ലം യൻഅം, ദുനിയാവിൽ ഒരു സുഖവും സുഖിച്ചിട്ടില്ലാത്ത ബിശ്റേ, ഇത് നിങ്ങൾക്ക് സുഖിക്കാനുള്ളതാണ്. അതുകൊണ്ട് സന്തോഷിച്ചോളൂ, സുഖിച്ചോളൂ, അടിച്ചു പൊളിച്ചോളൂ. ബിശ്റുൽ ഹാഫിയോട് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, അല്ലാഹു ഈ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഇത് ആഖിറു സമാനാണ്. എവിടെ നോക്കിയാലും ഫിത്ന ഫസാദുകളാണ്. സഹോദരന്മാരെ, കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും കാലഘട്ടമാണ്. നമ്മൾ ആറ്റുനോറ്റ് വളർത്തുന്ന മക്കളെ മയക്കുമരുന്നിന്റെ ഏജൻസികൾ റാഞ്ചിക്കൊണ്ടിരിക്കുന്ന കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് രക്ഷിതാക്കളെ, സ്വന്തം പൊന്നുമക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കണേ. മുസ്ലിം യുവാക്കളോട് പറയട്ടെ, കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും MDM പോലത്തെ ലഹരിയുടെയും അടിമകളായി പോകല്ലേ. ഒരു നേരം ലഹരി ഉപയോഗിച്ചാൽ നിന്റെ 40 കൊല്ലത്തെ അമല് അല്ലാഹ് തള്ളുന്നതാണ്. 40 കൊല്ലത്തെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കുന്നതല്ല. അല്ലാ, ഞങ്ങളെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ അല്ലാ. അതുപോലെയുള്ള വൃത്തികേടിൽ നിന്ന് ഞങ്ങളെ മക്കളെ നീ സംരക്ഷിക്കണേ അല്ലാ. നല്ലോണം ആമീൻ പറയുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമ്മെപ്പോലെ ആൾക്കാർക്കൊക്കെ ഒരു വിചാരമുണ്ട്, എൻ്റെ മോള് എൻ്റെ മോന് അങ്ങനെ ഒന്നും ആവൂല. ഇപ്പൊ കഴിഞ്ഞ ഒരു സ്റ്റേജിൽ ഞാനിങ്ങനെ വഅദ് പറഞ്ഞു കഴിഞ്ഞ് കേരളത്തിൽ അറിയപ്പെട്ടൊരു സയ്യിദ് വന്ന് ദ്വാരക്കാൻ, ദ്വാന്റെ മുമ്പ് ആ തങ്ങളുപ്പാപ്പ വല്ലാത്ത വേദനയോടെ പറയാ, അന്ന് തങ്ങളുടെ മുമ്പിലെത്തിയ ഒരു കേസ്. സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മഹല്ലിന്റെ പ്രസിഡന്റിന്റെ മഹല്ല് കാരണവരുടെ പൊന്നുമോൾ 2-3 ദിവസങ്ങൾ
സ്കൂളിൽ ചെന്ന് ബെഞ്ചിൽ തലവെച്ച് കിടക്കുകയാണ്. അന്വേഷിച്ചപ്പോൾ കൗൺസിലിംഗ് ചെയ്തപ്പോ ഷൂ അഴിച്ച് കാണിക്കുകയാണ്. ഷോക്സ് ഊരിക്കൊടുത്ത് കാലിന്റെ ചുവടെയുള്ള മുറിവ് കാണിച്ചു കൊടുക്കുകയാണ്. ആ മുറിവിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ. എനിക്കെന്റെ മക്കളെ കുറിച്ചാണ് പേടിയോന്നുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മക്കൾ നഷ്ടപ്പെടുക എന്നത് ആലോചിക്കാൻ കഴിയുമോ? വിയർപ്പൊഴിക്കുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത്, നാളെ മരിച്ചു പോയാൽ നമ്മുടെ മക്കൾ അനാഥരാകരുത് എന്ന് കരുതിയിട്ടല്ലേ? സുഹൃത്തുക്കളെ, മരിച്ച് ഖബറിലെത്തുമ്പോ പൊന്നുമക്കളുടെ ഒരു ഫാത്തിഹ കിട്ടണ്ടേ, ഒരു യാസീൻ ലഭിക്കണ്ടേ, ഒരു ദുആ ഖബറിലേക്ക് വെളിച്ചമായി വരണ്ടേ? അല്ലാ, ഞങ്ങളെ മക്കളെ ഇൽമുള്ള മക്കളാക്കണേ അല്ലാ, അദബുള്ള മക്കളാക്കണേ അല്ലാ. എല്ലാ ആഖിറുസ്സമാനിന്റെ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ അഹ്ലുകാരെയും കാത്തു രക്ഷിക്കണേ അല്ലാ. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇത് മഹ്ളറത്തുൽ ബദരിയ എന്ന ദിക്ർ മജ്ലിസിന്റെ വാർഷികമാണ്. മഹ്ളറത്തുൽ ബദരിയ എന്ന് പറഞ്ഞാൽ ബദരീങ്ങളുടെ അസ്മാ ചൊല്ലുന്ന മജ്ലിസാണ്. അല്ലാഹുവിന്റെ ദിക്ർ ചൊല്ലുന്ന മജ്ലിസാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസാണ്. ഈ മജ്ലിസിന് കേരളത്തിലുടനീളം നടത്താൻ ഇജാസത്ത് നൽകിയ മഹാൻ സുൽത്താനുൽ ഉലമാ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. നൂറുകണക്കിന് മഹാന്മാരായ ഔലിയാക്കളെ കണ്ടുമുട്ടിയപ്പോ ആ ഔലിയാക്കളൊക്കെ സുൽത്താനുൽ ഉലമ ഉസ്താദിന് നൽകിയ ത്വരീഖത്തുകളിൽ നിന്ന്, വളായിഫുകളിൽ നിന്ന് സുൽത്താനുൽ ഉലമ പ്രത്യേകം നിർദ്ദേശിച്ച ദിക്റിന്റെ സമാഹാരമാണ് അൽ മഹ്ളറത്തുൽ ബദരിയ. വിനീതനായ എന്റെ ദർസിൽ എല്ലാ ദിവസവും മഗ്രിബ് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് നേരം മുതഅല്ലിമീങ്ങൾ തസ്ബീഹ് ചൊല്ലാറുണ്ട്. ആ തസ്ബീഹ് ചൊല്ലുന്നതിന്റെ മുമ്പ് ഇപ്പോൾ ഏകദേശം 6:10 സമയമാകുമ്പോ നമ്മുടെ മക്കൾ മഹ്ളറത്തുൽ ബദരിയയിലെ സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ അഹ്ലി സ്വഹാബത്തി എന്ന ബദരീങ്ങളുടെ ബദരിയത്തിന്റെ മഹ്ളറത്തുൽ ബദരിയയിലുള്ള ബൈത്ത് ചൊല്ലാറുണ്ട്. ഉമ്മമാരെ, ക്യാൻസറിൽ നിന്ന് രക്ഷ കിട്ടാൻ, സുഹൃത്തുക്കളെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കുടുംബത്തിന് സലാമത്ത് ലഭിക്കാൻ എല്ലാ മാസങ്ങളിലും നടക്കുന്ന മഹ്ളറത്തുൽ ബദരിയയിൽ സ്ഥിരമായി പങ്കെടുത്തോ. ഉമ്മമാർക്ക് പറ്റുമെങ്കിൽ വീടുകളിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഉപയോഗപ്പെടുത്തി മഹ്ളറത്തുൽ ബദരിയയിലെ ബദരിയത്ത് ചൊല്ലിക്കോ. എന്നാൽ ആ വീട്ടിലേക്ക് ക്യാൻസർ വരൂല, അതാ മഹാമാരി കയറൂല, ശരീരത്തിൽ കത്തിവെച്ച് കീറി മുറിക്കേണ്ടി വരുന്ന രോഗം റബ്ബ് തരൂല. ബദരീങ്ങളുടെ കാവല് ലഭിക്കുന്നതാണ്. അല്ലാഹ് ഞങ്ങൾക്ക്
മഹ്ളറത്തുൽ ബദരിയയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്ന് കാലം മുഴുവനും നമ്മുടെ ഉലമാ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ യശസ്സിന് വേണ്ടി താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും ഒരുമിച്ച് നിന്ന് നേതൃത്വം നൽകി പ്രവർത്തിച്ചപ്പോ അൽഹംദുലില്ലാഹ് കേരളക്കരയിൽ 10,000 ഗ്രാമങ്ങളിൽ SYS-കാരുണ്ട്, മുസ്ലിം ജമാഅത്തുകാരുണ്ട്, സുന്നി വിദ്യാർത്ഥി സംഘടനയുണ്ട്, SJM ഉണ്ട്, SMA ഉണ്ട്. അല്ലാഹു നമ്മുടെ ഉലമായിന് ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും താജുൽ മുഹഖഖീനും മുഹയ്യിസ് സുന്നയും അല്ലാഹ് ശരീഅ അലി ബാഫഖി തങ്ങൾ, ബദർ സാദാത്ത് ഖലീൽ തങ്ങൾ എല്ലാവർക്കും ആഫിയത്തോടെ ആയുസ് നീട്ടണേ അല്ലാഹ്. ഞാൻ എൻ്റെ നഫ്സിനോടും കേൾക്കുന്ന എല്ലാവരോടും ഒറ്റ വാക്കിൽ പറയുന്നു, മരണം വരെ നിസ്കാരം ഖളാകണ്ട. മരണം വരെ ഒരാൾക്കും പാരപണിയണ്ട. അന്യന്റെ ഗീബത്ത് നാവുകൊണ്ട് പറയണ്ട. റജബ് 27 കഴിഞ്ഞു പോയില്ലേ? ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. ചെമ്പിനാലുള്ള നഖമുള്ള ആളുകൾ അവരുടെ മുഖവും അവരുടെ മാറിടവും അവര് മാന്തി പിളർത്തുന്നു. പൂർവസ്ഥിതിയിലേക്ക് വീണ്ടും മുഖവും ശരീരവും രൂപപ്പെടുന്നു. വീണ്ടും ചെമ്പിനാലുള്ള നഖം കൊണ്ട് മുഖത്തുള്ള മാംസം കീറുന്നു. അതാ ഹൃദയവും കീറുന്നു. ചോദിച്ചു ജിബ്രീലേ, ഇതാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഹൗലാഇ യഅകുലൂന ലുഹൂമൻ നാസ്. ദുനിയാവില് ജീവിച്ചപ്പോ ഈ മനുഷ്യന്മാരുടെ പച്ച മാംസം തിന്നവരാണ് നബിയേ. ഗീബത്ത് പറഞ്ഞവരാണ് നബിയേ. മുസൽമാന്റേത് മാത്രമല്ല പറഞ്ഞാൽ ഗീബത്താകുന്നത്, അമുസ്ലിമിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാലും അത് ഗീബത്ത് തന്നെ. അയൽവാസിയുടെ വീട്ടിൽ ചെന്ന് സ്വന്തം മരുമകളെ കുറ്റവും കുറവും പറഞ്ഞു കൊടുക്കല്ലേ. സഹോദരിമാരെ, നിന്റെ വീട്ടിൽ പോയാൽ നിന്റെ അമ്മയുടെ, നിന്റെ ഭർത്താവിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കുറ്റവും കുറവും, ആ ഉമ്മാന്റെ മോശത്തരങ്ങൾ ചെന്ന് പറഞ്ഞു നടക്കല്ലേ. സ്വന്തം കൂടെ കിടന്നിറങ്ങുന്ന, നിനക്ക് അന്നം തരുന്ന, നിന്റെ ജീവിതത്തിൽ നിനക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന നിന്റെ ഭർത്താവില്ലേ, തക്കം കിട്ടുമ്പോ നിന്റെ ഭർത്താവിനെ കുറിച്ച് മോശമായി ഒരാളോടും പറയല്ലേ. പരലോകം മറക്കല്ലേ. ഈ ശഅബാനിൽ തീരുമാനിക്കൂ, ശഅബാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവല്ലേ കൽബിലൊരു തീരുമാനമെടുക്കൂ. മരിക്കുവോളം എന്റെ നാവ് കൊണ്ട് അന്യന്റെ ഗീബത്ത് പറയൂല. ഒരാളെ മനസ്സും വേദനിപ്പിക്കുന്ന ഒരു വാചകം പോലും എന്റെ നാവിലൂടെ വരൂല. അല്ലാഹു നമുക്ക് സംശുദ്ധമായ ജീവിതം തരട്ടെ. സുബ്ഹാനല്ലാഹ്. അവിടെയതാ ഒരു രക്തപ്പുഴ ഒഴുകുന്നു. ആ പുഴയിലൂടെ ചില മനുഷ്യന്മാരിങ്ങനെ നീന്തുന്നു. ആ നീന്തുന്ന മനുഷ്യന്മാരെ ശരീരത്തിലേക്ക് കല്ലുകൊണ്ട് എറിയപ്പെടുന്നു. മൻ ഹാദാ യാ
ജിബ്രീൽ. ഈ ശിക്ഷ അനുഭവിക്കുന്നവര് ആരാണ്? ജിബ്രീലേ. മുസ്തഫായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ആകിലുർ റിബാ, നബിയേ നിങ്ങളെ ഹറാമാണ് എന്ന് പഠിപ്പിച്ച പലിശയുമായി ബന്ധപ്പെട്ടവരാണ് നബിയേ. 1,00,000 തന്നാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ മാസവും 10,000 തരാമെന്ന് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞാൽ ഇത് എനിക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കാതെ പണം കൊടുത്തിട്ട് 10,000 വാങ്ങിയിട്ട് തിന്നുന്നവരില്ലേ, അവരാണ് നബിയേ ഈ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. വീട് വെക്കാൻ ലോൺ എടുക്കല്ലേ ഉമ്മ ഉപ്പ സഹോദര. ബിസിനസ് തുടങ്ങാൻ ബാങ്കിൽ നിന്ന് പലിശക്ക് പണം വാങ്ങല്ലേ. വാഹനത്തിന് വേണ്ടി ലോൺ എടുക്കല്ലേ. വിദേശത്തേക്ക് പോകാൻ പലിശക്ക് പണം പറ്റല്ലേ. നിസാര കാര്യങ്ങൾക്ക് പോലും പലിശക്ക് പണം വാങ്ങല്ലേ. അത്യാവശ്യ ഘട്ടങ്ങളിൽ പലിശയിൽ ബന്ധപ്പെട്ടു പോയവർ ഈ സദസ്സിലുണ്ട്. പെട്ടെന്ന് അവർക്ക് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പലിശയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പലിശയിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. ദുനിയാവിലെ ഓരോ വ്യവഹാരങ്ങളിലും ആഖിറത്തിൽ മുതൽ കൂട്ടാവുന്നതല്ലാതെ വന്നു പോകല്ലേ. ആഖിറത്തിൽ വിരൽ കടിക്കേണ്ട വിഷയങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ചെന്നു ചേരല്ലേ. എന്റെ നഫ്സിനോടും കേൾക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം ഇവിടെ നിർത്തുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂലാക്കി തരട്ടെ.